ഹായ് ലേൺ ഫോർ പീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് LGS ലെവലിലുള്ള മറ്റൊരു ചോദ്യ പേപ്പറോട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ 10th പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന 2021 നടന്ന 10th പ്രിലിംസിന്റെ ഒരു ചോദ്യ പേപ്പറാണ്. അപ്പോൾ ഇതിൽ മാത്സിന്റെ ഭാഗത്ത് നിന്ന് 20 ചോദ്യങ്ങളുണ്ട്. LGS പരീക്ഷയിൽ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലായ ലേൺ ഫോർ PSC ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ടെലഗ്രാം ചാനൽ കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ജോയിൻ ചെയ്തേക്കുക കേട്ടല്ലോ. നിങ്ങൾക്ക് മാക്സിമം ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു 20 ചോദ്യങ്ങൾ അവിടെ ഉത്തരങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഓടിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 1.72 പകുതിയോട് 0.42 മൂന്നിലൊന്ന് കൂട്ടിയ തുക എത്ര എന്നാണ്. 1.72 പകുതിയോട് 0.42 മൂന്നിലൊന്ന് കൂട്ടിയാൽ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം 1.72 പകുതി എന്ത് ചെയ്യുന്നു കൂട്ടാം. ഓക്കെ, നോക്കാം. 1.72 പകുതി എന്ന് പറയുമ്പോൾ 1.72 അതിന്റെ പകുതി എടുക്കുകയാണ്. ഓക്കെ, പകുതി എടുക്കുമ്പോൾ ഒന്നിൽ പോകത്തില്ല. 17 ഒരുമിച്ച് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, മേലൊരു പോയിന്റ് കൊടുക്കണം ആണല്ലോ. ഓക്കെ, അപ്പൊ ഒന്നിനെ നമുക്ക് രണ്ടോട് ഹരിക്കാൻ പറ്റത്തില്ല. 17 ഒരുമിച്ച് എടുക്കണമെങ്കിൽ ഇടയിൽ പോയിന്റ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുക, പോയിന്റ് മേലിൽ കൊടുക്കുക. ഓക്കെ, അപ്പം 17 രണ്ടത്ര പ്രാവശ്യം ഉണ്ട്, 8 പ്രാവശ്യം ഉണ്ട് അല്ലേ. 8 2 16 പ്രാവശ്യം വരും. കുറയ്ക്കുമ്പോൾ 1 കിട്ടി, 2 താഴോട്ട് ഇറക്കി. 12 എത്ര പ്രാവശ്യം, 6 പ്രാവശ്യം പോകും ആണല്ലോ. അപ്പൊ 0.86 കിട്ടി ആണല്ലോ. ഇനി എന്ത് ചെയ്യാം, 0.42 മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ 3 കൊണ്ട് ഹരിക്കാം നമുക്ക്. 0.42/3 ആദ്യമേ പോയിന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, മെയിലിൽ അതേപോലെ കൊടുക്കുക. 4 എടുത്താൽ 4 3 എത്ര പ്രാവശ്യം ഉണ്ട്, 1 പ്രാവശ്യം ഉണ്ട്. എഴുതി. കുറയ്ക്കുമ്പോൾ 1 കിട്ടി, 2 താഴോട്ട് ഇറക്കി. ഓക്കെ, 12 3 എത്ര പ്രാവശ്യം പോവും, 4 പ്രാവശ്യം പോവും കേട്ടല്ലോ. അപ്പൊ 0.14 കിട്ടി. ഇനി എന്ത് ചെയ്യടാ, ഇനി 1.72 പകുതിയോട് 0.42 മൂന്നിലൊന്ന് കൂട്ടിയെന്നാണ് നല്ലോ. അപ്പൊ എന്ത്, ഈ കിട്ടിയ രണ്ട് ആൻസറിന്റെയും തുക എടുക്കുക. 0.86 പ്ലസ് 0.14 തമ്മിൽ കൂട്ടുക. 6 4 10, 0 1 ഷിഫ്റ്റം, 8 1 9 10. ഓക്കെ, 1 കിട്ടും ആണല്ലോ. ഓക്കെ, അപ്പൊ എത്രടാ ആൻസർ 1 കിട്ടുമല്ലോ. ഓക്കെ, ജസ്റ്റ് ഹരിക്കുക കേട്ടല്ലോ. അപ്പൊ LGS തയ്യാറാക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഈ ദശാംശ സംഖ്യകൾ ഭിന്നസംഖ്യകൾ ഉണ്ടല്ലോ, ആ ഒരു മോഡൽ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാം പറഞ്ഞല്ലോ. ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് കേട്ടല്ലോ. അവിടെ തുക എത്ര കിട്ടണോ, 1 കിട്ടും. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം 617 പ്ലസ് 6.017 പ്ലസ് 0.617 പ്ലസ് 6.0017. ഓക്കെ, അത് കൂട്ടണം. അപ്പൊ ആദ്യം സംഖ്യ നമ്പേഴ്സ് ചെയ്യണം. 617 ഏറ്റവും വലിയ സംഖ്യനെ എഴുതി. അടുത്തോ 6.017 ആണല്ലോ. എഴുതുമ്പോ നമുക്ക് 6 പോയിന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് മുമ്പ് ഒരു സ്ഥാനേ ഉള്ളൂ ആണല്ലോ. അപ്പൊ ഒറ്റയുള്ള സ്ഥാനത്ത് അക്കമാണ് അവിടെ ഉള്ളത്. ഓക്കെ, പോയിന്റ് മുമ്പ് ഒരു സ്ഥാനേ ഉള്ളൂ, അതാണ് ഒറ്റയുടെ സ്ഥാനത്ത് അക്കമാണ്. അപ്പൊ എഴുതുമ്പോ ഇവിടെ 7ന്റെ താഴെ എഴുതുക കണ്ടല്ലോ. 6.017 കണ്ടല്ലോ. അടുത്തോ 0 പോയിന്റ് അല്ലേ, അപ്പൊ 0.617. അടുത്തോ 6.001 ആണല്ലോ. ഓക്കെ, ഇതുപോലെ എഴുതാം കണ്ടോ. ഓക്കെ ആണോ. ഓക്കെ, ആ പോയിന്റ് ദശാംശ സ്ഥാനം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൊടുക്കുക. വേണമെങ്കിൽ 617 കഴിഞ്ഞിട്ട് പോയിന്റ് കൊടുത്ത് എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു 3 0 കിട്ടുക കേട്ടല്ലോ. 3 4 0 എന്ത് ചെയ്യട്ടേക്കുക. ഓക്കെ, ബാക്കി മിച്ചമുള്ളതെല്ലാം എന്ത് ചെയ്യുക, 0 കൊടുത്തേക്കുക കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ഒരേ ലെവലിൽ കിട്ടുമല്ലോ നമുക്ക്. ഇനി എന്ത് ചെയ്യുക, ആ സംഖ്യകളുടെ തുക എടുക്കുക. കൂട്ടുമ്പോ ഇവിടെ എത്ര, 7. അടുത്ത് ഇവിടെ 7 14 15. 1 ഷിഫ്റ്റ് ഉണ്ട്. 1 1 2 3 കിട്ടും ആണല്ലോ. 3. അടുത്തോ ഇവിടെ 6 പോയിന്റ് കൊടുത്ത്. ഓക്കെ, 6 3 5 7. നമ്മുടെ പോയിന്റ് കഴിഞ്ഞ് 6 3 5 7 വരുന്ന ഒറ്റ ആൻസറേ ഉള്ളൂ ഇതല്ലേ. ഓക്കെ, വേണം ജസ്റ്റ് മറ്റൊന്ന് കൂട്ടി നോക്കുക. 6 12 12 19 9 എഴുതി. 1 ഷിഫ്റ്റും കൊടുത്ത്. 1 1 2 6 കേട്ടല്ലോ. 629.635 കിട്ടും കണ്ടല്ലോ.
ഓക്കെ. അപ്പൊ ദശാംശ സംഖ്യ എഴുതുമ്പോൾ എപ്പോഴും ഒരു ഓർഡർ ഡെസിമൽ സ്ഥാനം ഉണ്ടല്ലോ, ദശാംശ സ്ഥാനം എപ്പോഴും കൃത്യമായിട്ട് ഒരേ ലെവലിൽ കൊടുക്കുക കേട്ടല്ലോ. ഓക്കെ, ഓർമ്മിച്ചോണേ. അടുത്ത ക്വസ്റ്റ്യൻ, 1നും 50നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6 വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യ ഉണ്ടെന്നാണ്. 1നും 50നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6 വരുന്ന എത്ര രണ്ടക്ക സംഖ്യ ഉണ്ടെന്നാണ്. നമുക്ക് ചെയ്ത് നോക്കാം. 6ന്റെ മൾട്ടിപ്പിൾസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് 1നും 50നും ഇടയിലുള്ള 6ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ നോക്കാം. 6, 12, 18, 24, 30, 36, 42, 48. ഇത്രയാണ് ഉള്ളത് ആണല്ലോ. അപ്പോ ഇതിൽ 6 കൊണ്ട് നിശ്ചയം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6 വരുന്നു ആണല്ലോ. പറയുന്നത് എത്ര രണ്ടക്ക സംഖ്യ ഉണ്ടെന്നാണ് ആണല്ലോ. അപ്പൊ എത്ര രണ്ടക്ക സംഖ്യ ഉണ്ടെന്നാണ്. അപ്പൊ ഇത് വേണ്ട നമുക്ക്. ഇനി അക്കങ്ങളുടെ തുക എടുത്ത് നോക്കുക. 6 കിട്ടുന്നത് 1ഉം 2ഉം കൂട്ടുമ്പോ എത്ര 3 ആണല്ലോ, വരത്തില്ല. അടുത്ത് 1ഉം 8ഉം എത്ര കൂട്ടുമ്പോ 9, അതും വരത്തില്ല. 2ഉം 4ഉം കൂട്ടുമ്പോ എത്ര 6 അല്ലേ, അപ്പൊ 24 വരാം. ഓക്കെ, 24 ഉണ്ട്. അടുത്ത് 30-ല് 3ഉം 0ഉം കൂട്ടി എത്ര 3 ആണല്ലോ, അതും വരത്തില്ല. അടുത്ത് 36-ലോ 3ഉം 6ഉം കൂട്ടി എത്ര 9 അല്ലേ, അതും വരത്തില്ല. 42-ലോ 4ഉം 2ഉം കൂട്ടിയാൽ 6 കിട്ടും, അത് വരും. 42. 48-ല് 4ഉം 8ഉം കൂട്ടി എത്ര 12 ഇല്ലേ. ഓക്കെ, അപ്പൊ അതുമില്ല. അപ്പൊ 24ഉം 42ഉം രണ്ട് സംഖ്യകൾ മാത്രമാണ് ഉള്ളത് കേട്ടല്ലോ. അപ്പൊ ആൻസർ 2 ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇതിന് മുമ്പാണ് 10th പ്രിലിംസ് ക്വസ്റ്റ്യൻ ഇതേ മോഡൽ ഉണ്ടായിരുന്നു. ചുവടെ കൊടുത്തുള്ള താഴെ കൊടുത്തുള്ള സംഖ്യകളിൽ 12ന്റെ ഗുണിത ഏതെന്നാണ്. ഓക്കെ, 12ന്റെ ഗുണിത ഏതെന്നാണ് ചോദിച്ചുള്ളത്. അപ്പൊ ഇവിടെ ഓർമ്മിക്കുക, 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളാ നമുക്ക് ഉറപ്പായിട്ടും 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റും. എന്തോ 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യകളെയും നമുക്ക് 12 കൊണ്ടും ഹരിക്കാൻ പറ്റും കേട്ടല്ലോ. ഓർമ്മിക്കുക. ഓക്കെ, 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യയും നമുക്ക് എന്ത് ചെയ്യാം, 12 കൊണ്ടും ഗുണിക്കാം കേട്ടല്ലോ, അല്ലെ 12 കൊണ്ട് ഹരിക്കാം. ഓക്കെ, 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യയും 12 കൊണ്ട് ഹരിക്കാം കേട്ടല്ലോ. അപ്പൊ നമുക്ക് ആദ്യം 3ന്റെയും 4ന്റെയും മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് 4ന് നോക്കാം. 4 കൊണ്ട് ഒരു സംഖ്യയെ ഗുണിക്കണമെങ്കിൽ അവസാനത്തെ 2 അക്കങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഹരിക്കാൻ പറ്റണം കേട്ടല്ലോ. 4 കൊണ്ട്, അതായത് 4 കൊണ്ട് ഒരു സംഖ്യ പൂർണ്ണമായിട്ടും നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണോടാ, അവസാനത്തെ 2 അക്കത്തെ എന്ത് ചെയ്യാം, നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം. നോക്കൂ ഇവിടെ ലാസ്റ്റ് ഓപ്ഷൻ ഡിയിൽ ഇവിടെ 25 അല്ലേ, 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, ഒറ്റ സംഖ്യയാണല്ലോ, അപ്പൊ അത് കളയാം. ഇവിടെ 45 ഒറ്റ സംഖ്യ, അതും കളയാം. ഇനി ബാക്കിയുള്ള 92, ഇവിടെ 64, ഈ 2 സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം, 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടല്ലോ. 92-ല് എത്ര 23 പ്രാവശ്യം പോകും കേട്ടല്ലോ, 23 പ്രാവശ്യം വരും. 92 പോവും. 64 നമുക്ക് എന്ത് ചെയ്യാം, 4 കൊണ്ട് ഹരിക്കാൻ പറ്റും കേട്ടല്ലോ. അപ്പൊ ഈ 2 സംഖ്യ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത് ചെയ്യാം, 3 കൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കുക. ഒരു സംഖ്യ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ എന്താ പ്രത്യേകത, അതില് അക്കങ്ങളുടെ തുക എന്ത് പറയണം, 3ന്റെ ഗുണിതം വരണം. ഒരു സംഖ്യ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ എന്തായിരിക്കണം അവിടെ, അക്കങ്ങളുടെ തുക എന്തായിരിക്കണം, അക്കങ്ങളുടെ തുക 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയണം. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഇവിടെ 3, 6, 2, 9, 2 ഇതാണല്ലോ അക്കങ്ങള്. നോക്കടാ, 3ഉം 6ഉം, ഇത് 3, 6 നമുക്കറിയാം അത് 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. 3 കൊണ്ട് അല്ലെങ്കിൽ 3ന്റെ ഗുണിതങ്ങളാണ് ഏതൊക്കെ, 3ഉം 6ഉം ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യണ്ട, അത് ചുമ്മാ കൂട്ടി സമയം കളയാൻ നിൽക്കണ്ട കേട്ടല്ലോ. ഓക്കെ, 3ഉം 6ഉം നമുക്കറിയാലോ 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അത് കൂട്ടാൻ നിൽക്കണ്ട കേട്ടോ, അത് കളഞ്ഞേക്കെ, അത് കളഞ്ഞേക്കാം. ഓക്കെ, ബാക്കി 2 എടുത്ത്. ഓക്കെ, 9 അത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അതും കളഞ്ഞേ. ബാക്കി 2 2 കൂട്ടി എത്ര 4 കേട്ടല്ലോ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, 3ഉം 6ഉം 2ഉം 9 2ഉം എന്ത് ചെയ്യുക, കൂട്ടുക കേട്ടല്ലോ. ഓക്കെ, എളുപ്പം എന്താ, അതിൽ 3ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ടെങ്കിൽ, 3ന്റെ ഗുണിതങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് മാറ്റി വെച്ചേക്കുക. ഓക്കെ, അത് പോയിട്ട് ബാക്കിയുള്ള കൂട്ടിയാൽ മതി പറഞ്ഞല്ലോ. അല്ല ചുമ്മാ കൂട്ടി വലിയ സംഖ്യ നോക്കേണ്ട കാര്യമില്ല, 3ന്റെ മൾട്ടിപ്പിൾസ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള കൂട്ടുക. ഓക്കെ, ഇവിടെ കൂട്ടുമ്പോൾ എത്ര 4 കിട്ടും, 3ന്റെ മൾട്ടിപ്പിൾ അല്ല കേട്ടല്ലോ, അപ്പൊ ഇതല്ല. അപ്പൊ ഇത് നോക്കാം, 6 3ന്റെ ഗുണിതമാണല്ലോ, നോക്കണ്ട, 3 നോക്കണ്ട, 2 ഓക്കെ നോക്കാം, 2 6ഉം പിന്നെ ഒന്നല്ലോ, അത് നോക്കേണ്ട കാര്യമില്ല, 2ഉം 4 മാത്രം ജസ്റ്റ് ഒന്ന് കൂട്ടിയായി. 2 4 കൂട്ടി എത്ര കിട്ടും, 6 കിട്ടും ആണല്ലോ.
ഓക്കെ, അപ്പൊ മൊത്തത്തിൽ കൂട്ടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 3ന്റെ മൾട്ടിപ്പിൾസ് മാറ്റിയിട്ട് ബാക്കിയുള്ള എന്ത് ചെയ്യാം, ജസ്റ്റ് കൂട്ടി നോക്കിയായി കേട്ടല്ലോ. ഓക്കെ, അവിടെ ചെയ്യുന്നത് അക്കങ്ങളുടെ തുക എടുക്കുകയാണ്. നമുക്ക് എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യാം, അതിൽ 3ന്റെ ഗുണിതങ്ങളെ മാറ്റിയിട്ട് ബാക്കിയുള്ള ജസ്റ്റ് കൂട്ടി നോക്കിയാൽ മതി, അതായിരിക്കും എളുപ്പം കേട്ടല്ലോ. ഓക്കെ, അപ്പൊ 6, അപ്പം 6 എന്താ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഈ സംഖ്യ 12 കൊണ്ട് എന്ത് ചെയ്യാം, നിശേഷം ഹരിക്കാൻ കഴിയും, കാരണം 4 കൊണ്ടും 3 കൊണ്ടും പറ്റും കേട്ടല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ വലിയ ഭിന്നസംഖ്യ എന്നാണ് ഏറ്റവും വലുത്. ഓക്കെ, ഇതിനു മുമ്പ് പറഞ്ഞ പരീക്ഷയിൽ തിരിച്ചായിരുന്നു. ഇവിടെ എന്താ പ്രത്യേകത, ഛേദം വലുതും അംശം വലുതും ഛേദം ചെറുതുമാണ് അല്ലേ. അംശം ഛേദകൾ എന്താണ്, വലുതാണ്. ഓക്കെ, നമുക്ക് ഈ സംഖ്യകളെല്ലാം പ്രത്യേകത എന്തോടാ നോക്കിയോ. 24, 25 എത്ര കൂടുതല്, 1 കൂടുതലാണ് ആണല്ലോ. ഇവിടെയോ, ഇവിടെയും 1 കൂടുതല്, ഇവിടെ എത്ര, 1 കൂടുതലാണ് ആണല്ലോ. അംശം ഛേദത്തേക്കാൾ 1 കൂടുതലാണ് ആണല്ലോ. അപ്പോ അങ്ങനെയുള്ള സംഖ്യകളിൽ എപ്പോഴും എന്തായിരിക്കണം, ഏറ്റവും ചെറിയ എന്തെടുക്കുക, അംശവും ഛേദം വരുന്നത് ഇവിടെ ഇതല്ലേ, 13/12 ആണല്ലോ. ഓക്കെ, ഇത് ഏറ്റവും ചെറിയ അംശവും ഛേദവും വരുന്ന സംഖ്യ നോക്കുക കേട്ടല്ലോ. ഓക്കെ, ആ സംഖ്യ ആയിരിക്കും എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അതായത് അംശവും ഛേദവും നമ്മളെ വ്യത്യാസം എല്ലാത്തിലും സെയിം ആണെങ്കിൽ കേട്ടല്ലോ. ഓക്കെ, അംശവും ഛേദവും നമ്മളെ വ്യത്യാസം എല്ലാത്തിലും സെയിം ആണെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെ ഏറ്റവും ചെറിയ സംഖ്യ ഒക്കെ എടുക്കുക കേട്ടല്ലോ. ഇനി ഇത് നേരെ തിരിച്ചാണ് വരുന്നത് വിചാരിച്ചോ. അതായത് ഇപ്പോ അംശം ചെറുതും ഛേദം വലുതുമാണ്. 1/2, 3/4, 5/6, 7/8 ഇങ്ങനെയാണ് വരുന്നത് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിലോ ഇതിൽ ഏറ്റവും വലുത് ഏതായിരിക്കുമോ. ഇവിടെ പോ അംശം ചെറുതും ഛേദം വലുതുമാണല്ലോ, അവിടെ എന്തായിരിക്കും, അല്ലെ ഏറ്റവും വലിയ സംഖ്യ ഒക്കെ എടുത്തായി കേട്ടല്ലോ, 7/8 ആയിരിക്കും. അല്ല 9, 10 അങ്ങനെ പോവും കേട്ടല്ലോ. ഓക്കെ, അപ്പോ അംശം വലുത് ഛേദം ചെറുതാണെങ്കിൽ എന്ത് ചെയ്യാം, ഏറ്റവും ചെറിയ സംഖ്യ ഒക്കെ എടുക്കുക 4 ഓപ്ഷനിൽ കേട്ടല്ലോ. ഇനി അംശം ചെറുതും ഛേദമാണ് വലുതെങ്കിൽ, ഛേദം വലുതാണെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ ഏറ്റവും വലിയ സംഖ്യ ഒക്കെ എടുത്താൽ പിടിട്ടോ. ഓക്കെ, മാർക്ക് പോലെ 2 മാർക്ക് പോരുത്. ഇതോടാ അംശം വലുത് ഛേദം ചെറുത് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഏറ്റവും ചെറിയ സംഖ്യ നോക്കി എടുക്കുക. ഓക്കെ, ഇനി അംശം ചെറുതാണ് ഛേദം വലുതാണ്, അപ്പൊ എന്ത് ചെയ്യാം, ഏറ്റവും വലുത് നോക്കി എടുക്കുക. അപ്പം ഛേദം നോക്കിയേ, ഛേദം ചെറുതാണെങ്കിൽ സംഖ്യയിലും ചെറു നോക്കി എടുക്കുക, ഛേദം വലുതാണെങ്കിൽ ആ നമ്പേഴ്സിലും എന്ത് ചെയ്യുക, വലുത് നോക്കി എടുക്കുക കേട്ടല്ലോ. വ്യത്യാസം സെയിം ആണെങ്കിൽ മാത്രം കേട്ടല്ലോ, അംശവും ഛേദവും നമ്മൾ വ്യത്യാസം സെയിം ആണെങ്കിൽ മാത്രം കേട്ടോ, മാർക്ക് പോലെ. അടുത്ത ക്വസ്റ്റ്യൻ, 3/4 വലുതും 9/4 ചെറുതുമായിട്ടുള്ള ഭിന്നസംഖ്യ എന്നാണ്. ഇത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ചിലർക്ക് എന്ത് ചെയ്യാം, ചില ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അംശങ്ങൾ തമ്മിൽ കൂട്ടുക, ഛേദങ്ങൾ തമ്മിൽ കൂട്ടിയൊക്കെ എന്ത് ചെയ്യാം, എഴുതാറുണ്ട് കേട്ടല്ലോ. ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. അവിടെ എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ജസ്റ്റ് ഹരിച്ചു നോക്കാം. 3/4 9/4 ഒന്നുകിൽ എന്ത് ചെയ്യാം, ഹരിച്ച് പോയിന്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ സംഖ്യകളിൽ ഒരു 0 ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് 3/4 30/4 അങ്ങ് ആക്കുക. 30/4 എന്ന് പറയുമ്പോൾ ഹരിക്കുമ്പോൾ എത്ര ഉണ്ട്, 30/4. 30ൽ 4 എത്ര പ്രാവശ്യം ഉണ്ട്, 7 പ്രാവശ്യം ഉണ്ട് അല്ലെ. 7 4 28 ആണ്, 7 പ്രാവശ്യം ഉണ്ട് അല്ലെ. 7 എത്ര 5 എന്ന് കിട്ടും കേട്ടല്ലോ, ഹരിച്ചു നോക്കുക. അതുപോലെ ഇവിടെയും 9/4 അവിടെയും 90 ആക്കിയേ. 90/4 എത്ര വരും, 90ല് 45 22 22.5 കിട്ടും കേട്ടോ. 22.5 കിട്ടും, 22. ഓക്കെ, അപ്പൊ ഇതിനിടയ്ക്കുള്ള ഒരു സംഖ്യ നമുക്ക് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ പോലെ 8ന്റെ 0 കൊടുത്ത് 80/3. ഓക്കെ, അറിയില്ല, ഹരിച്ചു നോക്കുക. 80/3 8ല് 2 പ്രാവശ്യം 3 6, കുറച്ചപ്പോ 2 കിട്ടി 0. 20 എത്ര പ്രാവശ്യം, 20ല് 3 6 പ്രാവശ്യം അല്ലേ. 6 3 18 ആണല്ലോ. അപ്പൊ 26ന് മേലെ വന്നു ആണല്ലോ. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ഇവിടെ 7നും 22നും ഇടയ്ക്കായിരിക്കും വരേണ്ടത് ആണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ 26 വരുന്നത്, അപ്പൊ ഇത് എടുക്കാൻ പറ്റത്തില്ല. അടുത്തോ 110 ആക്കിയേ, ഒരു 0 കൊടുത്ത് 110/6. 110/6 എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം 6, കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി, 5 കിട്ടി, 0 കൊടുത്ത് 50 എത്ര പ്രാവശ്യം, 8 6 48 അല്ലേ. അപ്പൊ ഇത് വരാം. ഓക്കെ, ഇതായിരിക്കും വേണ്ട. അപ്പൊ 12/5 അല്ലോ എത്ര കിട്ടൂടാ, 24 കിട്ടും കേട്ടോ. 24 0 കൊടുത്ത് 24 കിട്ടും. 5/8 നോക്കേണ്ട കാര്യമില്ല, കാരണം ബാക്കിയെല്ലാം അംശം വലുതാണ് അല്ലേ. അംശം വലുതാണ്, ക്വസ്റ്റ്യനിലും അംശം വലുതാണല്ലോ. എന്നാൽ ഇവിടെയോ, ഇവിടെ തിരിച്ചാണ്, ഛേദമാണ് വലുത്. അപ്പൊ ഇത് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ കഴിയുന്നത് ചെയ്താൽ 0 കൊടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാം സാധാരണ ചെയ്യുന്ന പോലെ 3/4 ചെയ്യാം കേട്ടല്ലോ. 3/4 ചെയ്ത് പോയിന്റ് കണ്ടുപിടിക്കുക. നോർമലി ചെയ്യുന്ന പോലെ കുറച്ച് എളുപ്പം 0 ആയിട്ട് ചെയ്യുന്നതിനും കുറച്ച് എളുപ്പം എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഓർമ്മിച്ചോണേ.
അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഒരാൾ എയിൽ നിന്ന് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് ബിയിലെത്തി. തിരികെ ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ എത്തുന്നു. ഈ യാത്രയിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എയും ബി രണ്ട് പോയിന്റ് ഉണ്ട്. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് 40 കിലോമീറ്റർ വേഗതയിൽ പോയി, അത് മണിക്കൂറിൽ 40 വെച്ച് പോയി. തിരിച്ചു ബിയിൽ നിന്ന് എയിലേക്കോ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയും പോയി ആണല്ലോ. അപ്പോൾ ഈ യാത്രയിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ദൂരം തുല്യമായിരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് ഇപ്പൊ എ തൊട്ട് ബി വരെ എത്രയാണോ ഉള്ളത് അത് തന്നെയായിരിക്കും തിരിച്ചും ഉള്ള ആ ദൂരം ആണല്ലോ. ഓക്കെ, അപ്പൊ ദൂരം സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2ab ബൈ a പ്ലസ് ബി വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഈക്വൽ ടു 2 ഇൻറ്റു 40 ഇൻറ്റു 60 ബൈ 40 പ്ലസ് 60 ഈക്വൽ ടു 2 ഇൻറ്റു 40 ഇൻറ്റു 60 ബൈ 40 60 കൂട്ടി എത്ര 100 ആണല്ലോ. 0 വെട്ടി ഇതും വെട്ടി ഈക്വൽ ടു 2 4 8 8 6 എത്ര 48 എന്ന് കിട്ടും കേട്ടല്ലോ. 48 കിലോമീറ്റർ എന്ന് കിട്ടും. പക്ഷെ 48 എന്തില്ല, ഓപ്ഷനിലില്ല. ഓക്കെ, അപ്പൊ ദൂരം സെയിം ആണെങ്കിൽ ഇതേപോലെ കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോ എന്ത് ചെയ്യണം, ഇതേപോലെ എയിൽ നിന്ന് ബിയിലോട്ട് ഒരു യാത്രയുടെ ആദ്യ പകുതി ഇത്ര വേഗതയിലും ബാക്കി പകുതി ഇത്ര വേഗതയിലും എന്ന്. ഓക്കെ, അപ്പൊ ആലോചിച്ച് നോക്ക്, ഒരു യാത്രയില് ആദ്യ പകുതി എന്ന് പറയുമ്പോൾ എന്താ, അത് മൊത്തം എത്ര ദൂരം ഉണ്ടോ അതിന്റെ പകുതി ആണല്ലോ. ഓക്കെ, ബാക്കി പകുതി എന്ന് പറയുമ്പോഴും ആ ദൂരം അവിടെ എന്തായിരിക്കും, രണ്ടിടത്തും സെയിം ആയിരിക്കും ഇല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, പറഞ്ഞല്ലോ ആദ്യ പകുതി ഇത്ര വേഗതയില് അടുത്ത പകുതി ഇത്ര വേഗതയില് അങ്ങനെയൊക്കെ. അപ്പൊ അവിടേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു മോഡൽ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ, ഓർമ്മിച്ചോണേ. അടുത്ത ക്വസ്റ്റ്യൻ, മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനത്തിന് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം എത്രയെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ വേഗതയുണ്ട്, സ്പീഡുണ്ട്, ഒരു വാഹനത്തിന് 80 കിലോമീറ്റർ അപ്പൊ ദൂരമുണ്ട് ആണല്ലോ. സമയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ, സമയം ഈക്വൽ ടു എന്താ, ദൂരം ബൈ വേഗത ഈക്വൽ ടു ദൂരം 80 ആണ് ബൈ വേഗത 120 ആണ് ആണല്ലോ. ഓപ്ഷനിൽ എല്ലാം എന്താടാ മിനിറ്റിലാണല്ലോ. അപ്പൊ മിനിറ്റിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇൻറ്റു 60 കൊടുക്കുക കേട്ടല്ലോ. മിനിറ്റിലോട്ട് ആക്കാനായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും, മണിക്കൂറിലായിരിക്കും കിട്ടുന്നത് കണ്ടല്ലോ. അപ്പൊ മിനിറ്റിലോട്ട് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇൻറ്റു 60 കൊടുക്കുക. ഓക്കെ, 0 ക്യാൻസൽ ചെയ്ത് 6 12 വെട്ടി എത്ര പ്രാവശ്യം ഇടാം, 12 6 2 പ്രാവശ്യം അല്ലേ. അപ്പൊ 80/2 എത്ര കിട്ടും, 40 കിട്ടും കേട്ടോ, 40 കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ജസ്റ്റ് അവിടെ മിനിറ്റിലോട്ട് ആക്കുക, ആ ഒരു കാര്യം മാത്രമേ അവിടെ ഉള്ളൂ കേട്ടല്ലോ. ദൂരം ബൈ വേഗത ചെയ്തിട്ടും സമയം കിട്ടും കേട്ടല്ലോ. അപ്പൊ വേഗത എന്താ, വേഗത സമം ദൂരം ബൈ സമയം അല്ലെ, ദൂരം ബൈ സമയമാണ് വേഗത. പിന്നെന്താ ദൂരം എന്താ, ദൂരം കണ്ടുപിടിക്കാനായിട്ട് വേഗത ഇൻറ്റു സമയം അല്ലെ, ദൂരം സമം വേഗത ഇൻറ്റു സമയം കേട്ടോ, പഠിച്ചോണേ. അപ്പൊ ആദ്യത്തെ 200 എണ്ണൽ സംഖ്യയുടെ ശരാശരി എത്രയെന്നാണ്. അപ്പൊ 200 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറയുമ്പോൾ ആദ്യം ഇപ്പൊ എണ്ണൽ സംഖ്യയുടെ തുക എന്താ, എണ്ണൽ സംഖ്യയുടെ തുകയുടെ ഇക്വേഷൻ എന്താ, n ഇൻറ്റു n പ്ലസ് 1/2 കേട്ടല്ലോ. തുക n ഇൻറ്റു n പ്ലസ് 1/2. എന്നാൽ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിൽ എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണം കൊണ്ട് ഹരിക്കണം ആണല്ലോ, ഒരു n കൊണ്ട് ഹരിക്കണം. അപ്പൊ ഇവിടുത്തെ n പോയിട്ട് ബാക്കി n പ്ലസ് 1/2 വരും, 2 എന്ന് വരും കേട്ടോ, n പ്ലസ് 1/2. ഓക്കെ, അപ്പൊ ഇവിടെ 200 അല്ലടാ, 200 ആണ്. അപ്പോ 200 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, 1 കൂട്ടുക. അപ്പൊ എത്ര, 201 കിട്ടും. 201ന്റെ പകുതി എടുക്കുക കേട്ടോ, എത്ര കിട്ടും, 100.5 എന്ന് വരും. എളുപ്പം 201ന്റെ പാതി എന്ന് വെച്ചാൽ 200ന്റെ പാതി 100 ആണ്, 200ന്റെ പാതി 100 ആണ്. പിന്നെ എന്ത് ചെയ്യുക, 1ന്റെ പാതി 0.5 കൊടുക്കുക കണ്ടല്ലോ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ സംഖ്യയുടെ പകുതി എടുത്തിട്ട് 200ന്റെ പാതി 100 എടുക്കുക പ്ലസ് 0.5 എന്ത് ചെയ്യുക, അങ്ങ് ആഡ് ചെയ്യുക. അങ്ങനെ പഠിച്ചു വെച്ച് ചെയ്യുക കേട്ടല്ലോ. ഓക്കെ, പകുതി എടുക്കുക, 0.5 അല്ലെങ്കിൽ അര എന്ത് ചെയ്യുക, അതിന്റെ കൂടെ കൂട്ടുക കേട്ടല്ലോ. അപ്പൊ എണ്ണൽ സംഖ്യ തുക കാണാനായിട്ട് n ഇൻറ്റു n പ്ലസ് 1/2 ആണ്, ശരാശരി n പ്ലസ് 1/2 ആണ് ആണല്ലോ. അപ്പൊ ഒറ്റ സംഖ്യകളായാലോ, ഒറ്റ സംഖ്യയുടെ തുക എന്ന് പറയുമ്പോൾ എന്താ, n സ്ക്വയർ ആണ്, ശരാശരി n ആണ്. ഇരട്ട സംഖ്യ ആയാലോ, n ഇൻറ്റു n പ്ലസ് 1 ആണ് തുക, ശരാശരി എന്ന് പറയുമ്പോൾ n പ്ലസ് 1 ആണ് കേട്ടല്ലോ. ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ എത്ര, 50 തന്നെയായിരിക്കും
കാരണം എന്നല്ലേ ആദ്യത്തെ 50 ഒറ്റ സംഖ്യ ശരാശരി ചോദിച്ചാൽ 50, തുക ചോദിച്ചാൽ 50ന്റെ സ്കോർ എടുക്കുക കേട്ടല്ലോ. ഇനി ആദ്യത്തെ 50 ഇരട്ട സംഖ്യ തുക ചോദിച്ചാലോ, ഇരട്ട സംഖ്യ തുക ചോദിക്കുമ്പോൾ അവിടെ n × n+1 ആണ്, 50 × 51 ചെയ്യാം. ഇനി അതിന് ശരാശരി ആണെങ്കിലോ 1 കൂട്ടുക, ആദ്യത്തെ 50 ആണെങ്കിൽ എന്ത് ചെയ്യും 51 ആയിരിക്കും ശരാശരി കേട്ടല്ലോ. ഓർമ്മിച്ചോടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യാപാരി റേഡിയോ വാങ്ങിയ വില 3000 രൂപയാണ്, 20% കൂട്ടി വിലയിട്ടു, 20% കൂട്ടി വിലയിട്ട് അദ്ദേഹത്തിന് 8% ലാഭം കിട്ടിയാൽ മതി. അതായത് 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു ഒരാൾ, ഓക്കെ, കടക്കാരൻ. എന്നിട്ട് എന്ത് ചെയ്യണം, അയാളുടെ ഷോപ്പിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പൊ അത് 20% വില കൂട്ടി, അതായത് MRP പരസ്യവില എന്ന് പറയും. ആ പരസ്യവില എത്ര 20% കൂട്ടി ഇടുകയാണ്. എന്നിട്ട് വിൽക്കുന്ന സമയത്ത് അയാൾക്ക് എത്ര 8% ലാഭം കിട്ടിയാൽ മതി ആണല്ലോ. ഓക്കെ, അങ്ങനെയാണല്ലോ കടകളിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും, MRP അവിടെ പ്രൈസ് ഒന്ന് കാണും. അപ്പൊ എന്ത് ചെയ്യും, ചിലപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ നൽകിയ അതിനങ്ങനെ കുറഞ്ഞ വിലക്കായിരിക്കും നമുക്ക് തരുന്നത് ഇല്ലേ. അപ്പൊ അതുപോലെ ഇവിടെ 3000 രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാധനം 20% വില കൂട്ടി കിട്ടും. അപ്പൊ അയാൾക്ക് 8% ലാഭം കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ് ചോദിക്കുന്നത്. അപ്പൊ നോക്കടാം, അവിടെ അതിന്റെ പരസ്യ വില കണ്ടുപിടിക്കുക കേട്ടല്ലോ. പരസ്യ വില കണ്ടുപിടിക്കുക, ഇവിടെ ഏതാ അതിന്റെ പരസ്യ വില MRP കേട്ടല്ലോ. MRP കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്താ അതിന്റെ പരസ്യ വില കേട്ടല്ലോ. ഓക്കെ, അപ്പോ ഈക്വൽ ടു എന്താ, ഇവിടെ 3000 രൂപയാണ് ആണല്ലോ, അതിന്റെ 20% വില കൂട്ടിയിട്ടു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, അതിന്റെ 120% കണ്ടുപിടിക്കുക. 20% വില കൂട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അതിന്റെ 120% ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ മതി ആണല്ലോ. ഓക്കെ, അത് എത്ര ശതമാനമാണ് കൂടുന്നത്, അത് 100 രൂപയുടെ കൂട്ടി അങ്ങ് എടുക്കുക, അപ്പൊ ഡയറക്റ്റ് നമുക്ക് കിട്ടും കേട്ടല്ലോ. അപ്പോ 0 വെട്ടി ഇവിടെയും ക്യാൻസൽ ചെയ്ത് സമയം എത്ര ഇട്ടാം, 3 × 12 36, 2 0 കൊടുക്കാം, 3600 രൂപ. ഇതാണ് എന്താ എന്റെ പരസ്യവില എന്ന് പറയുന്നത് കേട്ടല്ലോ, MRP എന്ന് പറയുന്നത്. അടുത്തെന്താ, എനിക്ക് 8% ലാഭം കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ അത് വിൽക്കേണ്ട വില എന്താ, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്താ, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 8% ലാഭം മതിയല്ലോ. 3000ന്റെ 8% എടുക്കുക, 107 എടുക്കും. Okay. 107 എടുത്തു. ഓക്കെ, അപ്പൊ അവിടെ എവിടെയും 2 0 വെട്ടി 3 × 108 ചെയ്യുമ്പോ 24 3 3240 എന്ന് കിട്ടി. ഓക്കെ, അപ്പോ 3600 രൂപ പരസ്യം ഇട്ടിട്ട് വിൽക്കുന്ന എത്ര രൂപയ്ക്കാണ്, 3240 രൂപയ്ക്കാണ് വിൽക്കുന്നത് ആണല്ലോ. അപ്പൊ ബാക്കിയുള്ള എമൗണ്ട് എന്താണ്, ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ എത്ര ശതമാനം ഡിസ്കൗണ്ട് ആണ് ചോദിച്ചുള്ളത്. അപ്പൊ ഡിസ്കൗണ്ട് കാണാൻ വേണ്ടി എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് ശതമാനം കാണാൻ വേണ്ടി എന്ത് ചെയ്യാം, അതായത് ഇത് MRP, ഇത് അതിന്റെ വിറ്റ വില ആണല്ലോ, അവിടെ വ്യത്യാസം നോക്കുക. 3600 3240, അവിടെ വ്യത്യാസം എത്ര 360 ആണേ. ഓക്കെ, അതിന് ശേഷം മൈനസ് നോക്കുക. ഓക്കെ, 3600 3240 വ്യത്യാസം എടുക്കുക ബൈ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്താ, നമ്മൾ പരസ്യവിലയിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ പരസ്യവില എത്രയാണോ ഉള്ളത് അതിൽ നിന്നാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ആണല്ലോ. ഓക്കെ, അപ്പൊ ആ പ്രൈസ് വേണം ഇവിടെ താഴെ എഴുതാനായിട്ട്. ഓർമ്മിക്കുക കേട്ടല്ലോ, എന്താ ഡിസ്കൗണ്ട് നൽകുന്നത് പരസ്യവില അടിസ്ഥാനമാക്കിയാണ് ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യുക, ആ വില ഇവിടെ താഴെ കൊടുക്കുക, 3600 ഇൻറ്റു എത്ര 100, 2 0 ക്യാൻസൽ ചെയ്യും, 360 36 ചെയ്യുമ്പോൾ കിട്ടും, 360 36 ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും, 10%. ഓക്കെ, ഓർമ്മിക്കുക കേട്ടല്ലോ. അപ്പോ ഒന്നിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ എമൗണ്ട് 3000 രൂപ എടുക്കാതെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് ഇപ്പം മാറ്റി നേടാം, അതായത് ഇപ്പം അതിനെ വാങ്ങിയ വില 100 ആയിട്ട് വിചാരിക്കാം. വാങ്ങിയ വില 100 ആണ്, 20% വില കൂട്ടിയിട്ടു എന്ന് പറയുമ്പോൾ അവിടെ എത്ര ശതമാനം, 120% ആയി ആണല്ലോ. അതിന് എത്ര ശതമാനം ലാഭം മതി, 8% ലാഭം മതി. അപ്പൊ വിൽക്കുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ 108 ആണ് ആണല്ലോ. ഓക്കെ, അപ്പൊ 120 എന്ത് ചെയ്തോടാ, പരസ്യമിട്ട് വിൽക്കുന്നത് എത്ര 108 രൂപയ്ക്കാണ് ആണല്ലോ. അവിടെ വ്യത്യാസം എത്ര, അതായത് ഡിസ്കൗണ്ട് എത്ര, അവിടെ 12 ആണ് ഇല്ലേടാ, 12 അല്ലേ, 12 ബൈ അവിടുത്തെ പരസ്യവില 120 ആണ്, താഴെ കൊടുക്കുക ഇൻറ്റു 100. ഇങ്ങനെയും ചെയ്യാം. കിട്ടിയോ, 100% എടുക്കുക, അല്ല വാങ്ങിയ വില 100 ആയിട്ട് എടുക്കുക. അപ്പൊ 20% കൂട്ടി വിലയിട്ടു അല്ലെങ്കിൽ പരസ്യം ഇട്ടു എന്ന് പറയുമ്പോൾ എന്താ 120% അത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് 8% ലാഭം കിട്ടിയാൽ മതി. അപ്പൊ വിറ്റ വില എന്ന് പറയുമ്പോൾ 108% എല്ലാ ശതമാനം ഇട്ടാണ് ചെയ്യുക കേട്ടല്ലോ. ഓക്കെ, എന്നിട്ട് അവിടെ ഇപ്പൊ എന്താ, അവിടെ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര
12 അല്ലേ, 120 പരസ്യ വില, 108 എന്ത് വിറ്റ വില ആണല്ലോ. അപ്പൊ 12 എന്ത് അവിടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 12 പരസ്യ വില എത്ര ശതമാനം, 120 അല്ലേ, അത് താഴെ കൊടുക്കുക, ബാക്കി ക്യാൻസൽ ചെയ്യുക. ഓരോ 0 വെട്ടി 12 ഒരു പ്രാവശ്യം 1/10 ഇങ്ങനെ നമുക്ക് ചെയ്യാമാണ് കേട്ടല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം 2, 3, 5, 7 എന്ന സംഖ്യാ ശ്രേണിയില അടുത്ത പദമാണ് ചോദിച്ചുള്ളൂ. അറിയാലോ ഇതെന്താ, അഭാജ്യ സംഖ്യയാണ് അല്ലേ. 2, 3, 5, 7 എന്നാണ് അഭാജ്യ സംഖ്യയാണ് അല്ലെ, പ്രൈം നമ്പേഴ്സ് ആണ്. അടുത്ത് 7 കഴിഞ്ഞിട്ട് അടുത്ത അഭാജ്യ സംഖ്യ ഏതാ, 11 അല്ലേ, 11 ആയിരിക്കും കേട്ടല്ലോ. 9 അടിച്ചു വയ്ക്കരുത്. 2, 3, 5, 7 അഭാജ്യ സംഖ്യയാണ്. അപ്പൊ എന്ത് ചെയ്യാം, അടുത്ത സംഖ്യ 11 ആയി കേട്ടല്ലോ. അടുത്ത് 2 0 ആയി, അടുത്ത് 3 3 ആയി, 4 6 ആയി, 5 9 ആയി, 7 എത്രയാണ്. അപ്പൊ 2 0 ആയപ്പോ 3 ഇപ്പൊ എത്രയാ, 3 4 ആയപ്പോ 6 5 ആയപ്പോ 9. നോക്കണം, നോക്കിയോ 0 3 6 9 എത്ര വെച്ച് കൂടുന്ന, 3 കൂടി പിന്നെ 3 കൂടി പിന്നെ 3 കൂടി അങ്ങനെയല്ലേ പോകുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ 7 എന്നാൽ എത്ര എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, 2 3 4 5 അത് 6 വരുമ്പോ എത്ര വരും, 6 വരുമ്പം 3 കൂടി 12 ആയി അല്ലേ, 9 7 വരുമ്പോയോ പിന്നെ 3 കൂടി 15 ആവും, 15 ആയിരിക്കും. ഓക്കെ, 3 വെച്ച് കൂട്ടി കൂട്ടി എടുക്കുക കേട്ടല്ലോ. 5 ആയപ്പോ 9 ആയപ്പോ 6 വരുമ്പോ എന്താ, പിന്നെയും 3 കൂട്ടുക. ഓക്കെ, 12 ആയി. അടുത്ത് 7 ആയപ്പോ 6 12 7 എത്ര ആയിരിക്കും, 15 ആയിരിക്കും കേട്ടല്ലോ. ഓർമ്മിക്കുക. അടുത്ത് പ്ലസ് ഗുണനത്തെയും മൈനസ് ഹരണത്തെയും ഇൻറ്റു സങ്കലനത്തെയും ഹരണം വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ ബോട്ട്മാ സൂചിച്ചാണ്. അപ്പൊ ഒന്ന് ജസ്റ്റ് താഴോട്ട് എഴുതാം. നോക്കിയോ, അത് 35 അവിടെ ഇൻറ്റു ആണല്ലോ, ഇൻറ്റു ഏനാ, ഇൻറ്റു നമ്മ സങ്കലനത്തെയാണ് ആണല്ലോ, അപ്പൊ മൈനസ് കൊടുക്കും 20. അടുത്ത് പ്ലസ് എന്ന് പറയുമ്പോ പ്ലസ് ഗുണനത്തെ ഇൻറ്റു ബ്രാക്കറ്റ് കൊടുത്ത് 25 എഴുതി. അടുത്ത് ഹരണചിഹ്നം അല്ലേ, ഹരണചിഹ്നം എന്താ മൈനസ് ആണ്, സോറി സങ്കലനം അല്ലേ, സോറിടാ ഇൻറ്റു എന്ന സങ്കലനം അല്ലേ, കൂട്ടുക കേട്ടോ, സോറി മാറിപ്പോയി. ഓക്കെ, അപ്പം ഇൻറ്റു നമ്മൾ സങ്കലനമാണ്. അപ്പൊ 35 പ്ലസ് 20. അടുത്ത് ഇവിടെ പ്ലസ് ടിന് വരുമ്പോ എന്താ ഗുണനമാണ്, ഇൻറ്റു എടുത്ത് അടുത്ത 25 എഴുതി, ഹരണം വ്യവകലനമാണ് മൈനസ്. അടുത്ത എന്ത് ചെയ്യാ, 15 എഴുതി. അടുത്ത പിന്നെ -5 അല്ലേ, മൈനസ് എന്ന് പറയുമ്പോ ഹരണത്തെ. ഓക്കെ, അപ്പൊ മാറിപ്പോരുത്. അപ്പൊ ആദ്യം എന്താ ആ ബ്രാക്കറ്റ് ഒക്കെ കൊടുത്ത് 35 ഇൻറ്റു ആണ്, ഇൻറ്റു എന്ന് വെച്ചാൽ സങ്കലനം കൂട്ടുക കേട്ടല്ലോ, കൂട്ടുക. പ്ലസ് കൊടുത്ത് അടുത്ത എന്ത് ചെയ്യുക, 20 എഴുതി. അതുപോലെ അടുത്ത് ഈ പ്ലസിന് പകരം എന്ത് കൊടുത്തു, പ്ലസിന് പകരം ഗുണനം കൊടുത്ത്. ഓക്കെ, അടുത്ത് 25 എഴുതി, ഹരണചിഹ്നത്തിന് പകരം എന്താ മൈനസ് കൊടുത്ത് 15 എഴുതി, ബ്രാക്കറ്റ് ക്ലോസ് ഇട്, -5 അല്ലേ, മൈനസിന് പകരം എന്താ ഹരണം കൊടുത്തു. ഇനി ബോട്ട് മാസ് നോക്കുക. ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യാം. 35 പ്ലസ് 20 എത്ര, 55 ഇൻറ്റു 25 മൈനസ് 15 10 ആണല്ലോ, ബൈ 5. 55 × 10 എന്ന് പറയുമ്പോ 550 ബൈ 5 110 എന്ന് കിട്ടും കേട്ടോ. പക്ഷെ ബാക്കി എന്ത് ചെയ്യാം, ബോട്ട് മാസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇനി അടുത്ത് എളുപ്പമാണ്, 32 × 43 ആൻസർ ഇവിടെ ഉണ്ട് ആണല്ലോ. അത് 47 × 67 ചെയ്തുകൊണ്ട് അങ്ങനെ 13 × 72 എത്രയെന്നാണ് ചോദിച്ചുള്ളത്. ഇവിടെ എന്താ പ്രത്യേകത നോക്കണം, 32 43 നോക്ക്, ഇവിടെ 23 34, അതായത് 32 തിരിച്ചെഴുതിയല്ലേ 23, അത് 43 തിരിച്ചെഴുതിയാണത് 34 എന്ന് പറഞ്ഞത് ആണല്ലോ. ഇവിടെ 47 തിരിച്ച് 74 എഴുതി, 67 തിരിച്ച് 76 എഴുതി ആണല്ലോ. അപ്പൊ ആ സംഖ്യ തിരിച്ചെഴുതുക. അപ്പൊ ഇവിടെ എന്താ 13 തിരിച്ചു കഴിയുമ്പോൾ എന്ത് പറയും, 31. അടുത്ത് 72 27 എന്ന് വരും. അപ്പൊ 31 27 ആണ്. ആ നമ്പേഴ്സ് എന്ത് ചെയ്യുക, ആ ഡിജിറ്റ്സ് എന്ത് ചെയ്യുക, ഒന്ന് ഇന്റർചേഞ്ച് മാറ്റി തന്നെ എഴുതുക കേട്ടോ. അടുത്ത ചോദ്യം, ഡാഷ് എന്ന വാക്ക് ഇന്റലിജൻസ് എന്ന വാക്ക് ഇന്ന് സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. സ്പെല്ലിംഗ് ഒന്ന് നോക്കുക കേട്ടോ. ഇവിടെ NE, ഇവിടെ ഉണ്ടല്ലോ N ഉണ്ട്, E ഉണ്ട്, GL, G ഉണ്ട്, L ഉണ്ട്, E ഉണ്ട്, CT, C ഉണ്ട്, T. ഓക്കെ, നെഗ്ലക്റ്റ് ഉണ്ട്. അവിടെ ജെന്റിലോ G ഉണ്ട്, E ഉണ്ട്, N ഉണ്ട്, T ഉണ്ട്,
എല്ലുണ്ട് ഇ ഉണ്ട്. ഓക്കെ, അതും പറ്റും. ഇൻസൈറ്റോ ഐ ഉണ്ട് എൻ ഉണ്ട് സി ഉണ്ട് ഐ ടി ഇ എല്ലാം ഉണ്ട്. ഓക്കെ, ക്യാൻസൽ ആയാലോ ഇവിടെ? ക്യാൻസൽ ചെയ്യുമ്പോൾ സി ഒരെണ്ണം ഉണ്ട്, എ ഉണ്ടോ? എ ഇല്ല. ഉണ്ടോ? എ ഇല്ല എവിടെ? അപ്പം ക്യാൻസൽ. ആൻസർ ക്യാൻസൽ ആയെന്നല്ല. ഓക്കെ, ക്യാൻസൽ ആയിരിക്കും അവിടെ ആൻസർ എന്ന് പറഞ്ഞത് കേട്ടല്ലോ. ഓക്കെ, ക്യാൻസൽ ആണ് ഇത് എന്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത്. ക്യാൻസൽ ആയിരിക്കും ഇത് ഉത്തരമായിട്ട് വരിക കേട്ടോ. അതുപോലെ എക്സാമിനേഷനുമായിട്ട് ബന്ധമില്ലാത്ത ക്വസ്റ്റ്യനാണ്. മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യനാണ് എക്സാമിനേഷനുമായിട്ട് ബന്ധമില്ലാത്തത്. അപ്പൊ എന്താ നേഷൻ എൻ എ ഉണ്ട് അവിടെ ഉണ്ടോ? നേഷൻ ഇത് തന്നെ ഉണ്ട്. ഓക്കെ, അടുത്തത് എക്സാം ആയാലോ? എക്സാമും ഉണ്ട്. എക്സിറ്റ് ആയാലോ? EXIT EXIT ഉണ്ടല്ലോ, ഉണ്ട്. ആക്ഷൻ ആയാലോ? അവിടെ ACTION എ ഉണ്ട്, സി ഇല്ല അല്ലടാ, സി ഇല്ല. ഓക്കെ, അപ്പം ഇതായിരിക്കും ബന്ധമില്ലാത്തത്. ഓക്കെ, അപ്പൊ ആക്ഷൻ ആയിരിക്കും എന്ത്? ബന്ധമില്ലാത്തത് കേട്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, അച്ഛന്റെയും മകന്റെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 5:2 10 വർഷത്തിന് ശേഷം അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണെങ്കിൽ ഇപ്പോൾ മകന്റെ വയസ്സിന്റെ പ്രായം എന്ത് എന്ന് പറയുമ്പോൾ, അപ്പൊ അച്ഛന്റെ മകന്റെ വയസ്സുകളുടെ അനുപാതം 5:2 അതായത് 5:2. അപ്പൊ 10 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന് ഇരട്ടിയായി എന്ന് പറയുമ്പോൾ മകന്റെ വയസ്സ് 1 എടുക്കുകയാണെങ്കിൽ അച്ഛൻ എന്തായിരിക്കും? 2 ആയിരിക്കും കേട്ടല്ലോ. അത് 10 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ആണല്ലോ. ഇനി ഇപ്പോൾ മകന്റെ പ്രായം എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഈ ഒരു മോഡൽ നമുക്ക് പല മെത്തേഡ് ഉണ്ട്, പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാൻ പല ചില വീഡിയോസിൽ വേറെ രീതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പല രീതിയിൽ ചെയ്യാം. ഒരു 2 മെത്തേഡ് എന്ത് പറഞ്ഞു തരാം. നോക്കൂ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ആദ്യത്തില് ഇവിടെ മകന്റെ ഇപ്പോഴത്തെ പ്രായം ചോദിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യാം? മകന്റെ ഇപ്പോഴത്തെ 2 2 വരും. ഓക്കെ, ആ 2 എന്നിട്ട് ആ ഒരു വരി പോയിട്ട് തൊട്ട് താഴത്തെ നോക്കുക. ഓക്കെ, നമ്മളിപ്പോ താഴത്താണ് എടുക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക? മേലിലത്തെ എടുക്കുക പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ അവിടെ മേലിലത്തെയാണ് നമ്മൾ എടുത്തത് അല്ലോ. മകന്റെ വയസ്സിന് എന്താ അവിടെ മേലിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ആ 2 എടുത്തിട്ട് എന്ത് ചെയ്യാം? താഴത്തെ വ്യത്യാസം എടുക്കുക. 2ഉം 1ഉം വ്യത്യാസം എത്ര? 1 ഇൻറ്റു വർഷങ്ങളുടെ വ്യത്യാസം എത്രയാണ്? 10 ഇല്ലേ? 10 ബൈ താഴെ എന്ത് ചെയ്യുക? താഴെ എപ്പോഴും ക്രോസ് ചെയ്ത് ചെയ്യാണല്ലോ. 5x1 എത്ര? 5 മൈനസ് ഇവിടെ അങ്ങോട്ട് 2x1 എത്ര? 2x2 എത്ര? 4. ബാക്കി 2x1 2, 2x1 എത്ര? 20/1 എന്ന് കിട്ടും 20 കേട്ടോ. ഓക്കെ, അപ്പൊ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 20. നിങ്ങളുടെ ഒന്നുകൂടെ നോക്കിയോ എങ്ങനെ? ആദ്യം എന്ത് ചെയ്യുക? മകന്റെ അനുപാതം എടുത്തെഴുതി 2 ഇൻറ്റു ആ ഒരു റോ പോയിട്ട് താഴത്തെ എടുക്കുക. ഓക്കെ, 2:1 അപ്പൊ എന്ത് ചെയ്യുക? അവിടുത്തെ വ്യത്യാസം എടുക്കുക 1 കേട്ടല്ലോ. അപ്പൊ താഴത്ത് വെച്ചാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം? മേലിൽ തന്നെ വ്യത്യാസം എടുക്കുക കേട്ടല്ലോ. ഓക്കെ, ഇൻറ്റു വർഷങ്ങൾ വ്യത്യാസം എഴുതി ബൈ ക്രോസ് ചെയ്യുക. 5x1 5 മൈനസ് 2x2 എത്ര? 4 ഇൻറ്റു എത്ര? 20/1 എന്ന് കിട്ടും 20. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യാം. അപ്പൊ അച്ഛനാണ് ചോദിക്കുന്നത് എന്ത് ചെയ്യാം? ആ 2 സ്ഥാനത്ത് മേലിൽ എന്ത് വരും? 5 വരും. ആ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോ അച്ഛന്റെയും മകന്റെയും വയസ്സുള്ള അനുപാതം 5:2 കേട്ടല്ലോ. ഓക്കെ, മറ്റേ ഏതൊന്നും പോസിറ്റീവ് വെച്ചിട്ട് എഴുതിയെടുത്തേ കേട്ടോ. ഓക്കെ, 5:2 മകന്റെ ആണെങ്കിലോ സോറി ഇപ്പോഴാണെങ്കിലോ 2:1 ആണല്ലോ. ഇനി നമുക്ക് മേലിലും താഴത്തെ വ്യത്യാസം നോക്കുക. മേലില് ഇവിടെ എത്ര? 5 2 വ്യത്യാസം 3 ആണല്ലോ. ഇവിടെയോ 1 ആണല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? ഈ താഴത്തെ വ്യത്യാസം കൊണ്ട് മേലെ ഇൻറ്റു ചെയ്യാം, മേലത്തെ കൊണ്ട് താഴെ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യാം. എടാ താഴത്തെ വ്യത്യാസം കൊണ്ട് മേലിൽ ഇൻറ്റു ചെയ്യുക, മേലത്തെ കൊണ്ട് താഴെ ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പൊ 2:1 ആണല്ലോ, വ്യത്യാസം 1 ആണല്ലോ. ആ 1 കൊണ്ട് എന്ത് ചെയ്യുക? മേലിൽ ഇൻറ്റു ചെയ്യുമ്പം 5 2 നല്ലോ, അവിടെ വേറെ മാറ്റമൊന്നുമില്ലേ? 5:2 കാരണം താഴെ 1 വ്യത്യാസം കിട്ടുക, മേലിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 5:2 മാറ്റമില്ല. ഇനി മേലിലത്തെ വ്യത്യാസം എത്ര? 5 2 വ്യത്യാസം 3 ഇല്ലേ? 3 കൊണ്ട് താഴെ ഇൻറ്റു ചെയ്യാം. താഴെ ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ 2 2x3 എത്ര? 6. ഇവിടെ 1x3 എത്ര? 3. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് വ്യത്യാസം നോക്കൂ. 5 6
വ്യത്യാസം 1, ഇവിടെ എത്ര വ്യത്യാസം 1 ആയല്ലോ. ഓക്കെ, ഈ വ്യത്യാസം എത്ര എടുക്കാം? നമ്മുടെ വർഷങ്ങൾ വ്യത്യാസം എത്ര? 10 അല്ലേ? അതായത് 10 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ആണല്ലോ. അപ്പൊ വർഷങ്ങൾ വ്യത്യാസം എത്ര? 10 ആണ് ആണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വ്യത്യാസം എത്ര? ഈ 2, 3 വ്യത്യാസം 1 അല്ല 5, 6 വ്യത്യാസം 1 ആണല്ലോ. ആ ഒരു യൂണിറ്റ് എത്ര എടുക്കുക? 10 ആയിട്ട് എടുക്കുക. 10 ആയിട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് അവിടെ മകന്റെ ചോദിച്ചിട്ടുള്ളതല്ലോ. മകന്റെ ഇപ്പോൾ തന്നെ ചോദിച്ചിട്ടുള്ളത്. മകന്റെ ഇപ്പോഴത്തെ റേഷ്യോ എത്ര? 2 അല്ലേ? ആ 2 കണ്ടുപിടിക്കുക. 2 കണ്ടുപിടിക്കുക. 1 10 ആണെങ്കിൽ 2 എത്ര ആയിരിക്കും? 20 ആയിരിക്കും അല്ലേ? അത് ഒരു യൂണിറ്റ് 10 എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ് എത്ര? 20 ആയിരിക്കും. അങ്ങനെ ചെയ്യാം കേട്ടല്ലോ. ഓക്കെ, അടുത്തത് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? താഴത്തെ റേഷ്യോ വെച്ചുകൊണ്ട് എടുക്കാനായിട്ട് പറഞ്ഞല്ലോ. ഓർമ്മിച്ചു വേണേ മാർക്ക് പോലും മേലത്തെ വെച്ച് എടുക്കരുത്, താഴത്തെ വെച്ച് എടുക്കുക കേട്ടല്ലോ. അച്ഛനാണ് ചോദിക്കുന്നത് എന്ത് ചെയ്യുക? 5 വെച്ചും ചെയ്യാം. നിങ്ങളുടെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സാണ് ചോദിക്കുന്നെങ്കിലോ 10 വർഷം കഴിയുമ്പോൾ അവിടെ വയസ്സാണ് ചോദിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാം? താഴത്തെ അംശം ഒന്നുമല്ലോ 6, 3 അത് വെച്ച് കണ്ടുപിടിക്കുക കേട്ടല്ലോ. 6/3 അല്ലേ? അത് വെച്ച് എന്ത് ചെയ്യുക? അവിടെ കണ്ടുപിടിക്കുക കേട്ടല്ലോ. അപ്പം മേലത്തെ ചെയ്തെന്താടാ? ആദ്യം മേലും താഴെ വ്യത്യാസം സെയിം ആണോ നോക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? താഴത്തെ വ്യത്യാസം കൊണ്ട് മേലിന്റെ മേലത്തോണ്ട് താഴെ ചെയ്യാം. ഓക്കെ, അപ്പൊ വ്യത്യാസം സെയിം ആവും. പിന്നെ എന്താ? ആ വ്യത്യാസം എടുത്തിട്ട് അത്രയും എന്ത് ചെയ്യാം? വർഷങ്ങളിൽ കൊടുക്കുക കേട്ടല്ലോ. ഓക്കെ, ഇപ്പൊ ഇവിടെ വ്യത്യാസം 1 ആണ്. അപ്പൊ ഒരു യൂണിറ്റ് ആണ് 10. അപ്പൊ 2 കണ്ടുപിടിക്കണം, 20 ആയിരിക്കും. ഓക്കെ, ഡൗട്ട് ആണെങ്കിൽ ചോദിക്കണേ, കമന്റ് ബോക്സ് ഇട്ടേക്കുക. അടുത്ത് 50 കുട്ടികളുടെ ക്ലാസ്സിൽ നന്ദുവിന്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും നന്ദുവിന്റെ സ്ഥാനം എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മുമ്പിൽ നിന്ന് 20 ആണ് എങ്കിൽ പുറകിൽ നിന്നുള്ള സ്ഥാനം ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ എവിടെ എന്ത് ചെയ്യാ? 50 കുട്ടികളില്ലേ? അപ്പൊ 50 - 20 ചെയ്യാം, +1 ആഡ് ചെയ്യാം. 50 20 വെച്ച് എത്ര? 30 ആണ്. 30ന്റെ 1 കൂട്ടി എത്ര? 31 എന്ന് കിട്ടും ആൻസർ കേട്ടല്ലോ. ഓക്കെ, അപ്പൊ മുമ്പിൽ നിന്നുള്ള റാങ്ക് കൊണ്ട് പുറകിൽ നിന്ന് പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? -1 കൂട്ടുക കേട്ടല്ലോ. കാരണം അവിടെ എന്താ? അവിടെ 20 പേരുണ്ടെന്നോ, അത് മുമ്പിൽ നിന്ന് 20 എന്ത് റാങ്ക് എന്ന് പറയുമ്പോൾ നന്ദുവിന് മുമ്പ് എത്ര പേര് കാണും? 19 പേര് കാണും കേട്ടല്ലോ. അപ്പൊ പുറകിൽ നിന്ന് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം? 50 നിന്ന് 19 ആണ് പോകുന്നത് കേട്ടല്ലോ. ഓക്കെ, അപ്പൊ എന്താ? 50 19 പോകുമ്പോൾ എത്ര ഇടും? അത് 31 തന്നെ ആയിരിക്കും കേട്ടല്ലോ. അങ്ങനെ തോന്നിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് മൈനസ് ചെയ്യുക, 1 കൂട്ടുക കേട്ടോ. ഓർമ്മിക്കാം. അടുത്ത താഴെ പറഞ്ഞതിൽ വ്യത്യസ്തനാരെന്നാണ്? പരുത്തി, കമ്പിളി, പട്ട്, ടെർലിൻ. ഓക്കെ, ടെർലിൻ ആയിരിക്കും 99. ബി, അതെ. ഓക്കെ, 99 ടെർലിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ള നിന്നും വ്യത്യസ്തമായ പദം ഏതെന്നാണ് ചോദിച്ചുള്ളത്. അപ്പോ ടോർച്ച്, ഫോണ്, ബാറ്ററി, റേഡിയോ. ടോർച്ച്, ബാറ്ററി, റേഡിയോ. ടോർച്ച്, ഫോണ്, ബാറ്ററി, റേഡിയോ. ഓക്കെ, റേഡിയോ ആയിരിക്കും. ബാക്കിയെല്ലാം എന്താ? ബാറ്ററി. സോറി, ടോർച്ച്, ഫോണ്, ബാറ്ററി. ഓക്കെ, അല്ലെങ്കിൽ എന്താ? ബാറ്ററി ആയിരിക്കും. ഓക്കെ ഇല്ലേ? 100 C. അതെ, സി കേട്ടല്ലോ. 100 C. ഓക്കെ, അപ്പൊ ഓർമ്മിച്ചോണേ. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്താ 20 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. വലിയ കുഴപ്പം, അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പം എന്താ ഇനിയുള്ള LGS പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ എന്ത് ചെയ്യുക? ഈ ചോദ്യങ്ങളൊക്കെ രജിസ്റ്റർ നോക്കിയിട്ട് പോവുക. എന്നാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കമന്റ് ബോക്സ് ഇടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ടെലഗ്രാം ചാനലിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക. Line4PS എന്ന ടെലഗ്രാം ചാനലിന്റെ പേര് അതിൽ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഡൗട്ടുള്ള അതിപ്പോ എന്ത് ചോദ്യമാണെന്നില്ല, മാത്സുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യമാണെങ്കിലും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ഇടാവുന്നതാണ് കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? അത് ചെയ്തിട്ട് ആൻസർ എന്ത് ചെയ്യും? ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടല്ലോ. ഓക്കെ, ഓക്കെ, അപ്പോൾ വീഡിയോ എന്ത് ചെയ്യുക? കാണുന്ന എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങളുടെ എന്താ സപ്പോർട്ടാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക? ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടല്ലോ. ഓക്കെ, താങ്ക് യു.